ആയിക്കോട്ടുകാരെ, ഞങ്ങൾ ചാത്തന്നൂർ LP സ്കൂളിന്റെ അവിടുന്ന് തമിഴ്നാടേക്കുള്ള ഒരു യാത്ര കേട്ടോ. ചിദംബരം ക്ഷേത്രം, ട്രിച്ചി, ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രം, തഞ്ചാവൂർ ക്ഷേത്രത്തിലുള്ള യാത്ര പുറപ്പെടുകയാണ്. വൈകിട്ട് 5 മണിക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ 5:20 ചാത്തന്നൂരിൽ നിന്ന് ബസ് എടുത്തതാണ്. ഇപ്പോൾ ഞങ്ങൾ പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിലുള്ള ആനന്ദഭവൻ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് തഞ്ചാവൂരിക്കുള്ള യാത്രയിലാട്ടോ. അങ്ങനെ ഞങ്ങൾ 8:30 മണിക്ക് പാലക്കാട് നിന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് തഞ്ചാവൂരിക്ക് യാത്ര പുറപ്പെട്ടാട്ടോ. പുലർച്ചെ 4 മണിക്ക് ഞങ്ങളിവിടെ റൂമിലെത്തി. റൂമൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങൾ കുംഭകോണത്തേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ ഞങ്ങൾ ഐരാവതേശ്വർ ക്ഷേത്രത്തിലെത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾ കുംഭകോണത്തുള്ള ഐരാവതേശ്വർ ക്ഷേത്രത്തിലെത്തിയിട്ടോ. ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കാണാൻ നല്ല രസമാണ് കാണാൻ. പിന്നെ ഈ ക്ഷേത്രം ഫുള്ള് കരിങ്കല്ലാൽ പണി തീർത്ത അമ്പലമാട്ടോ. ഞങ്ങൾ തിരക്ക് കുറവാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ കുംഭകോണത്തുള്ള ഐരാവതേശ്വർ ക്ഷേത്രമൊക്കെ തൊഴുത് കുംഭകോണത്തേക്ക് മടങ്ങുക കേട്ടോ. ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് കുംഭകോണം ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ.
കുംഭകോണം ക്ഷേത്രത്തിൽ ആനയാണ് കേട്ടോ. ആര് ദക്ഷിണ തുമ്പിക്കൈയിൽ വെച്ച് കൊടുത്താലും ആന അനുഗ്രഹം തരും. എല്ലാവരും അനുഗ്രഹം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുംഭകോണത്തെ തൊഴിൽ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയതാട്ടോ. നമ്മുടെ നാട്ടിലെ പച്ചക്കറി കട പോലെ അവിടുത്തെ പൂ മാർക്കറ്റ് ഗംഭീര മാർക്കറ്റുകളാണ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് സാരംഗപാണി ക്ഷേത്രം. നടക്കാനുള്ള വഴിയുള്ളൂ, ഒരു 400 മീറ്റർ ദൂരമുള്ളൂ. അപ്പോൾ ഞങ്ങൾ സാരംഗപാണി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുംഭകോണത്തെ ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിദംബരത്തേക്കുള്ള യാത്രയിലാട്ടോ. അങ്ങനെ ഞങ്ങൾ ചിദംബരത്ത് വന്ന ഹോട്ടലിൽ ഊണ് ഓർഡർ ചെയ്തിട്ടോ. ഒരു 11 കൂട്ടം കറികളും ഒരു ചപ്പാത്തി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ചോറ് വരും. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വലിയൊരു ഷോപ്പിംഗ് മാളിൽ കയറിയിട്ടോ. ക്ഷേത്രം തുറക്കാൻ 4 മണിയാവും. അപ്പോൾ ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഷോപ്പിംഗ് മാളിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ സമയം 4 മണിയായിട്ടോ. അപ്പോൾ ചിദംബരം ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് തുറന്നു. ഞങ്ങളൊക്കെ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 4 മണിക്ക് ചിദംബരം ക്ഷേത്രത്തിലെത്തിയിട്ടോ. അങ്ങനെ ചിദംബരം ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെയാണ് ക്ഷേത്രക്കുളം ഉള്ളത്. ക്ഷേത്രക്കുളം നല്ല ഭംഗിയുള്ളൊരു കുളം കേട്ടോ. ചുറ്റോറും അതിലൊക്കെ കെട്ടി നല്ലൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ആ കുളം കാണാൻ. വടക്ക് ഭാഗത്ത് കാണുന്ന ഗോപുരമാണ് ആ അറ്റത്ത് കാണുന്നത്. 4 ഭാഗത്തും നല്ല ഹൈറ്റിലുള്ള 4 ഗോപുരങ്ങളുണ്ട്.
അതാണ് ഈ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ചിദംബരം ക്ഷേത്രത്തിൽ ആനയാണ് കേട്ടോ നിൽക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്ത പാർട്ടിൽ തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെയും ശ്രീരംഗ ക്ഷേത്രത്തിൻ്റെയും വീഡിയോ വരുന്നതാണ് കേട്ടോ.